ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ ആരാണ് പെർഫോം ചെയ്യാൻ വരാൻ പോകുന്നത് നമുക്ക് നോക്കാം. ലെറ്റ്സ് വെൽക്കം ദീപ ആൻഡ് ദേവനന്ദ. നമസ്കാരം, ഹലോ. അപ്പൊ ദാ ഇവരുടെ പെർഫോമൻസിന് വേണ്ടി ഒരുങ്ങി വന്നിരിക്കുകയാണ്. ഭയങ്കര രസമായിട്ടുണ്ട് രണ്ടുപേരും കാണാൻ തന്നെ. ഒരു നല്ലൊരു മല്ലുമങ്ക, അതെ, നാടൻ പെർഫോമൻസിന് വേണ്ടിയിട്ടാണ് ഇവർ ഒരുങ്ങിയിരിക്കണമെന്ന് തോന്നുന്നു. അപ്പം മോളെ ഇപ്പൊ എന്ത് തോന്നുന്നു? സ്റ്റാൻഡപ്പ് കോമഡി ആണോ അത് ഇതാണോ മോൾക്ക് ഇഷ്ടപ്പെട്ട റൗണ്ട്? സ്റ്റാൻഡപ്പ് കോമഡി ആദ്യമായിരുന്നു ചെയ്തത്, അതുകൊണ്ട് എനിക്ക് എന്താണ് എക്സ്പെക്ട് ചെയ്യേണ്ടതെന്ന് അറിയായിരുന്നു. അതുകൊണ്ട് പക്ഷെ ഡാൻസ് കുറേ പ്രാവശ്യം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് ഡാൻസ് ആണ് കുറച്ചും കൂടി ഇഷ്ടം. ഡാൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് എനിക്ക് ഡാൻസ് ആണ് കൂടുതൽ ഇഷ്ടം അല്ലേ? അപ്പൊ ഡോക്ടർ ആയതുകൊണ്ട് പേഷ്യൻസ് എന്തായാലും ഉണ്ട്. അപ്പൊ ആ പേടിയില്ല. കോമ്പറ്റീഷൻ അതിന്റെ ഭാഗത്ത് പോയിക്കോട്ടെ, പക്ഷെ ഞാൻ എന്തായാലും കൂളായിട്ട്. അപ്പൊ അത് നമുക്ക് പേടിക്കണ്ട, ടെൻഷൻ ഒന്നും ഉണ്ടാവില്ല ഡോക്ടറിന്. ഇല്ല. പിന്നെ പോരാത്തതിന് ഞാൻ ഗവൺമെന്റ് സെക്ടറിലാണ്. പേഷ്യൻസ് കുറച്ച് കൂടിപ്പോയതിന്റെ പ്രശ്നമേ ഉള്ളൂ. അല്ല അത് എന്താ ലോഡ് അധികമാണ്. അതെ. പക്ഷെ അതുകൊണ്ട് യു ഓൾവേസ് സ്മൈലിംഗ്, ദാറ്റ്സ് എ ഗുഡ് തിങ്. താങ്ക് യു. അപ്പൊ എന്തായാലും ഇവരുടെ പെർഫോമൻസ് കാണാം അല്ലേ? റെഡി? ഓക്കെ, സോ രണ്ടുപേർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. സൂപ്പർ അമ്മയും മകളും. മലയാള കാവ്യലോകത്തിലെ എക്കാലത്തെയും നൊമ്പരമാണ് വൈലോപ്പിള്ളിയുടെ മാമ്പഴം. നാരായം കൊണ്ട് നെഞ്ചിൽ ആഞ്ഞു കുത്തുന്നൊരു വേദനയോടെയല്ലാതെ ഒരു മലയാളിക്കും മാമ്പഴം വായിക്കാനാവില്ല. വികൃതി കുട്ടികൾക്ക് പിന്നെയും പിന്നെയും അമ്മയുടെ ശകാരവും അടിയും കിട്ടിയെങ്കിലും മാമ്പഴം നെഞ്ചിലുറഞ്ഞുപോയൊരു കണ്ണീർ തുള്ളിയാണ്. മലയാളിയുടെ പ്രിയ കവി വൈലോപ്പിള്ളിക്ക് മാമ്പഴ കണ്ണീരിൽ ചാലിച്ച അശ്രുബിന്ദുക്കൾ ഈ അവസരത്തിൽ സമർപ്പിക്കുന്നു. അമ്മോ, ഈ വർഷത്തെ ആദ്യത്തെ മാമ്പുവാണ്. അതിൽ തുടരുതെന്ന് പറഞ്ഞിട്ടില്ലേ നിന്നോട്? എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. ഏതോ